ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടോക്കൺ നമ്പർ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ആ ടോക്കൺ നമ്പർ എത്രയാണെന്ന് നോക്കിയിട്ട് അത് അനൗൺസ് ചെയ്യും. ആ ഇതാണ്. അപ്പം ഇവിടെ നമ്മൾ ടോക്കൺ നമ്പർ ഇപ്പോൾ 75 75 അനൗൺസ് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നമ്മൾ ഇവിടെ എൻ്റർ ദ ടോക്കൺ നമ്പർ ഇത് വന്നു. നമ്മൾ ടോക്കൺ നമ്പർ കൊടുക്കാം 123 എന്ന് കൊടുക്കാം. 123 123 എൻ്റർ ചെയ്തു. ടോക്കൺ നമ്പർ 123. ആ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. 56 എൻ്റർ ചെയ്തു. ടോക്കൺ നമ്പർ 56. നമുക്ക് നോക്കാം ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മളിവിടെ ഫ്രം ഇതിന് നെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. GTTS ഇമ്പോർട്ട് GTS ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് ആ ലൈബ്രറി ഉപയോഗിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് ഇമ്പോർട്ട് ചെയ്യണം. ഈ GTTS കൺവേർട്ട് ടെക്സ്റ്റ് ഫയൽ ആസ് MP3 ഫയലാക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ സൗണ്ട് ഈ MP3 ഫയലിനെ പ്ലേ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇമ്പോർട്ട് പ്ലേ സൗണ്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ടോക്കൺ എന്ന് പറയുന്ന ഇത് നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് എൻ്റർ ദ ടോക്കൺ നമ്പർ ഇത് നമ്മൾ അവിടെ എഴുതി കാണിക്കുക ഇൻപുട്ട് ദ ടോക്കൺ നമ്പർ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുക. ആ ഇൻപുട്ട് ചെയ്തതിനെ ടോക്കണായിട്ട് എടുക്കും. ടോക്കൺ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ടോക്കൺ നമ്പർ ഏത് ടോക്കൺ നമ്പറാണോ ഇൻപുട്ട് ചെയ്ത് അതിനെ നമ്മൾ ടോക്കൺ എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്യും. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന ഈ ടോക്കൺ നമ്പറും അതിൻ്റെ കൂടുതൽ ടോക്കണും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യും. അപ്പം ഇപ്പം നമ്മൾ 65 ആണ് കൊടുത്തതെങ്കിൽ ടോക്കൺ നമ്പർ 65 ആണ് 65 എന്ന് പറയും. മലയാളത്തിലാണ് പറയുക. നമ്മൾ 65 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോക്കൺ നമ്പർ 65 എന്ന് പറയും. ദെൻ ഒ ബി എന്ന് പറയും GTTS ഉപയോഗിച്ച് നമ്മൾ ഈ ടെക്സ്റ്റ് MP3 ഫയലാക്കുകയാണ്. ആദ്യം ഈ ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടോക്കൺ നമ്പറാണ്. ടോക്കൺ നമ്പർ 63 ടോക്കൺ നമ്പർ 63 എന്നുള്ളതാണ് ടെക്സ്റ്റ്. അതിന് ലാംഗ്വേജ് മലയാളം ML ആണ്. അത് GTTS ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് MP3 ഫയലാക്കി. അത് കഴിഞ്ഞിട്ട് അത് ടോക്കൺ .mp3 എന്ന് പറയുന്ന ഫയലായിട്ട് സേവ് ആസ് MP3 ഫയൽസ്. അത് കഴിഞ്ഞ് അത് പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ച് അത് പ്ലേ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ടോക്കൺ .mp3 ഉള്ള ആ MP3 ഫയൽ പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ച് പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ടോക്കൺ നമ്പർ എന്നുള്ളത് മലയാളത്തിൽ എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇൻപുട്ട് ചെയ്യുന്നതായിരിക്കും ടോക്കൺ നമ്പർ. അത് രണ്ടും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണ് പ്ലസ് ഇട്ടിട്ട്. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 78. ടോക്കൺ നമ്പർ 78. വേറൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ടോക്കൺ നമ്പർ 256. ടോക്കൺ നമ്പർ 256. ഓക്കെ. വേറൊന്ന് കൊടുത്തു നോക്കാം. 567. ടോക്കൺ നമ്പർ 567. ഓക്കെ.